നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നീയൊക്കെ ഇത്ര ഉള്ളു ചെറുക്ക. ഒരുത്തനെ പാതിരാത്രിക്ക് ഒറ്റയ്ക്ക് നേരിടാൻ മാത്രം നീ ധൈര്യം കാണിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. സാഹചര്യം അതായിരുന്നല്ലോ. ഇവനെ പേടിച്ച് മഹിമയ്ക്ക് അവളുടെ കല്യാണത്തിന്റെ അന്ന് മനസ്സമാധാനത്തോടെ ഒന്ന് ചിരിക്കാൻ പോലും പറ്റാത്ത സാഹചര്യമായിരുന്നു. എന്റെ അനിയത്തിക്ക് അവളുടെ കല്യാണത്തിന്റെ അന്ന് കുറച്ച് മനസ്സമാധാനം വേണം. അതിന് ഇവനെ പൂട്ടിയിടുക വഴിയുള്ളൂവെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് ഞാൻ കരുതി. ഞാൻ ചെയ്തതില് വല്ല തെറ്റുണ്ടോ ഗിരിയേട്ടാ? ഒരു തെറ്റുമില്ല. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും ഇതേ ചെയ്യൂ. പക്ഷെ നിനക്ക് എന്നോടൊന്ന് പറയായിരുന്നു, അല്ലാതെ ഒറ്റയ്ക്ക് ഇവന്റെ പുറകെ. ആവട്ടെ, നമ്മൾ തമ്മിലുള്ള തർക്കങ്ങൾ എന്തിനാ ഇവന്റെ മുന്നിൽ വെച്ച് തീർക്കുന്നത്? നമുക്ക് വീട്ടിൽ ചെന്ന് സംസാരിക്കാം. ഇവനെന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. ഗിരിയേട്ടാ വേണ്ട, ഇവൻ ബഹളം വെക്കും. നീ ബഹളം വെക്കോടാ. അങ്ങനെ വല്ലത് നീ ചെയ്ത നിന്റെ തോലമണ്ണനെ അടിച്ചു പൊട്ടിക്കും. തന്റെ ഭാര്യക്ക് ഒട്ട പിടിക്കാതിരിക്കോടാ. നീ അതുപോലെയുള്ള ടെൻഷനല്ലേ ഇവൾക്ക് മഹിമയ്ക്കും കൊടുത്തത്? എടാ, പെണ്ണ് ഭൂമിയോളം ക്ഷമിക്കും, അത് കഴിഞ്ഞാൽ ഒരുമ്പിട്ടിറങ്ങും. പെണ്ണ് ഒരുമ്പിട്ടാൽ എന്താ സംഭവിക്കുന്നെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? എന്നോട് ഇത്രയൊക്കെ ചെയ്തിട്ടും ഞാൻ പ്രതികരിക്കാതിരിക്കുന്നെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? നീ പ്രതികരിക്കുന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ല. പക്ഷെ നിന്റെ പ്രതികരണമൊക്കെ മഹിമയുടെ കല്യാണം കഴിഞ്ഞിട്ട് മതി. അതുവരെ നീ ഇതിന്റെ അടി അടി. ഇവനെ ഇങ്ങനെ ഇട്ടാ തട്ടിപ്പോത്തൊന്നുമില്ലല്ലോ. ഇവിടെ ഞാനൊരു ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നടക്കുന്നതെല്ലാം എനിക്ക് ലൈവായിട്ട് ഫോണിൽ കാണാം. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവും. ഓ, അപ്പൊ ഹൈടെക് ലെവലിലാണ് കാര്യങ്ങളല്ലേ? അപ്പൊ ഇനി മനസമാധാനമായിട്ട് ഒരു ടെൻഷനും ഇല്ലാതെ മഹിമയുടെ കല്യാണം നമുക്ക് അടിച്ചു പൊളിക്കല്ലേ?